ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹത്തിന്റെ അശ്രദ്ധ വളരെ പ്രസിദ്ധമാണ്. സൽമാൻ, ഇപ്പോഴെല്ലാം താങ്കൾ വളരെ ടെൻഷനായിരിക്കുന്നു. Y+ സെക്യൂരിറ്റി ഉണ്ട്. എപ്പോ നോക്കിയാലും പോലീസും താങ്കളോടൊപ്പം ഉണ്ട്. പണ്ട് സൈക്കിൾ എടുത്തിട്ട് എവിടെയെങ്കിലും പോവായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലേ? സർ, ഇൻസെക്യൂരിറ്റിയേക്കാൾ ബെറ്റർ സെക്യൂരിറ്റിയാണ്. ഇവിടെയുണ്ട്. ഉണ്ട് സർ, സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഇപ്പോ ഒരുപക്ഷെ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ പുലി ഇപ്പോ കൂടിനുള്ളിൽ കിടക്കുകയാണോ? അതെ സർ, ഇപ്പോൾ റോഡിൽ സൈക്കിൾ ഓടിച്ച് പോകാൻ പറ്റില്ല. തനിച്ച് എവിടെയും പോവാനേ പറ്റുന്നില്ല. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, അതിനേക്കാൾ എൻ്റെ വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇത്രത്തോളം സെക്യൂരിറ്റി, അവരുടെ വാഹനങ്ങൾ, യുനോ ഇൻകൺവീനിയൻസ് ടു അതർ പീപ്പിൾ, അതവരുടെ നോട്ടത്തിലേ മനസ്സിലാവും. എന്താ അനിയാ, നീ ഇപ്പോൾ സ്റ്റാർ ആയി അല്ലേ? അങ്ങനെ ഒരു നോട്ടം ഉണ്ടാകും. ജനങ്ങൾക്കത് ഇൻകൺവീനിയൻസ് ആകും. പിന്നെ പാവങ്ങളായ ഫാൻസ്, യുനോ ചില ത്രെഡ്സ്, അതൊക്കെ ഉണ്ട്. സോ ദാറ്റ് ഈസ് എ റീസൺ വൈ സെക്യൂരിറ്റി ഈസ് ദെയർ. അതാ കാരണം. സൽമാൻ, ഈ ത്രെഡ് വളരെ സീരിയസ് ആണ്. അതെ സർ. ഈ ത്രെഡ് താങ്കൾക്ക് രാജ്യത്തിനുള്ളിൽ നിന്നും വരുന്നു, വിദേശത്തു നിന്നും വരുന്നു. അതെ, ഞാൻ അതൊന്ന് എക്സാമിൻ ചെയ്തു. താങ്കൾക്ക് ഈ സെക്യൂരിറ്റി നൽകിയിട്ടില്ലേ? അത് എന്തിനാണ് നൽകിയിരിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ സീരിയസ് ആയുള്ള കാര്യമാണ്. പക്ഷെ താങ്കൾ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. സർ, എന്ത് ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സർ, എൻ്റെ പിക്ചർ കിസി കെ ബായ് കിസി കെ ജാനിൽ ഒരു ഡയലോഗ് തന്നെയുണ്ട്. ദാറ്റ് ബി ലക്കി 100 times ഹാവ് ടു ബി ലക്കി വൺസ്. അത് ഉണ്ടാകുക തന്നെ ചെയ്യും. സോ ഐ ഗോ ടു ബി വെരി കെയർഫുൾ. പക്ഷെ താങ്കൾ ഷൂട്ടിങ്ങിനും പോകുന്നു, അവാർഡ് ഫംഗ്ഷനും പോകുന്നു, അതുപോലെ ഈദിന്റെ പാർട്ടിക്കും പോകുന്നു, ഇഫ്താർ വിരുന്നിനും പോകുന്നു. സർ, ഞാൻ ഫുൾ സെക്യൂരിറ്റിയോടൊപ്പമാണ് പോകുന്നത്. ഫുൾ സെക്യൂരിറ്റി ആയിട്ട്. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി. യുനോ, ഇവിടെ ഞാൻ ടോട്ടലി സേഫാണ്. ഇന്ത്യക്കുള്ളിലായി ചില പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലം ഉണ്ട്. ബട്ട് ഐ നോ എന്ത് നടക്കണമോ അത് നടന്നേ തീരൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഈസ് ദെയർ. അത്രയേ ഉള്ളൂ. പക്ഷേ അതിനു വേണ്ടി ഈസ് ദെയർ എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് ഒച്ചത്ത് സംസാരിക്കില്ല. പണ്ടൊക്കെ താങ്കളോടൊപ്പം സുരക്ഷയ്ക്ക് വേണ്ടി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. ഇപ്പോൾ അതുപോലുള്ള ഒരുപാട് പേരെൻ്റെ കൂടെയുണ്ട്. കുറേ പേര് വന്നിട്ടുണ്ട്. കുറേ അധികം തോക്കുകളുണ്ട്. ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയമാകുന്നുണ്ട്. പക്ഷേ സൽമാൻ, പോയിന്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല. മുമ്പില് പിറകില് ചില സമയത്ത് ഒരു ലുക്ക് വരും സർ. ഓഹോ, അങ്ങനെയാ, സൂപ്പർ. പിന്നെ ദ ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ്, കനോട്ട് ഗോ ഇൻ ഇവൻ. പിന്നെ നമ്മൾ ഈ മിനിസ്റ്റർ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അന്നേരം എല്ലാവരും ഒന്ന് നോക്കുമല്ലോ, കണ്ടോ? അതുപോലെ ആ ലുക്ക് ഇപ്പം എൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അതായത് ഈ സൈറൻ ഗീറൻ അങ്ങനത്തെ സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല എന്ന്. മെല്ലെ ഓട്ടിയാൽ മതിയെന്ന്. സ്ലോവാ. എന്തെന്നാൽ എപ്പോഴും അഗ്രസീവായിട്ടുള്ള ആ പാസ്റ്റ് ഫേസിൽ ആ പൈലറ്റ് വണ്ടി അങ്ങ് പോയി കളയും. പക്ഷേ ഞാനിരിക്കുന്ന വണ്ടിയുണ്ടല്ലോ, അത് പുറത്ത് വരും. എന്തെന്നാൽ ആ ഭയപ്പെടുത്തുന്നവരുണ്ടല്ലോ, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ജോലി ഞാനല്ലേ ചെയ്യേണ്ടത്. സോ ഐ ടെൽ ഹിം ഡ്രൈവ് വെരി കെയർഫുള്ളി. പക്ഷേ ഈ ത്രെഡില്ലേ, ഇതിന് 20 വർഷത്തിന് മുമ്പുള്ള ഒരു കഥയുണ്ട്. ബ്ലഡ് ബഗീസിന്റെ ഒരു കഥ. സർ, സത്യമായിട്ടും എനിക്കിതെന്താണെന്ന് അറിയില്ല. ഐ ഡോണ്ട് നോ. ഐ സീരിയസ്ലി ഡോണ്ട് നോ. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം നോക്കിക്കോളൂ സർ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമം തീരുമാനിക്കും സർ. നമ്മുടെ ജഡ്ജി തീരുമാനിക്കും. എന്ത് ഡിസിഷൻ വന്നാലും അത് വി വിൽ ടേക്ക് ഇറ്റ് ഓൺ സർ. ബ്രിങ് ഇറ്റ് ഓൺ. ഞാൻ താങ്കളുടെ ഈ അഭിപ്രായം റെസ്പെക്ട് ചെയ്യുകയാണ്. കാരണം ആ കേസ് കോടതിയിലാണുള്ളത്. കോടതിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. താങ്കൾ ഈ കേസിൽ നിന്നും പുറത്തു വരുമെന്ന് വിശ്വാസമുണ്ട്. ആപ്കി അദാലത്തിൽ നിന്നും താങ്കൾ രക്ഷപ്പെടും, ആ കോടതിയിൽ നിന്നും രക്ഷപ്പെടും. പക്ഷേ സൽമാൻ ഖാൻ എന്ന വ്യക്തി ഒരു മാഗ്നറ്റ് പോലെയാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും ഒരുപക്ഷെ
ഒരു വ്യക്തി മരിച്ചു പോയാലും അതിന്റെ കുറ്റവും സൽമാന്റെ പുറത്തായിരിക്കും. കാരണം സൽമാൻ ഖാൻ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല, അതുകൊണ്ട് അദ്ദേഹം പോയി, അതുകൊണ്ട് മരിച്ചു പോയെന്ന്. സർ, ഞാൻ ഇൻഡസ്ട്രിയായിട്ട് അത്ര അടുപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്നു. പിന്നെ അവരുടെ കൂടെ ഞാൻ ഷൂട്ടിങ്ങിന് ശേഷം കുറച്ച് സംസാരിക്കും, പിന്നെ വീട്ടിലോട്ട് വരും. അത്രയേ ഉള്ളൂ. പിന്നെ ഞാനായി, എൻ്റെ ഫാമിലിയായി. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഇൻഡസ്ട്രിയിൽ താല്പര്യമില്ല. സ്ട്രെയിറ്റ് ഔട്ട്, അതായത് പാർട്ടി വെക്കുന്നവൻ, ദിവസവും ഗെറ്റ് ടുഗദറൊക്കെ വെക്കുന്നവൻ, പിന്നെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ, അതുണ്ടാകും. എന്തെന്നാൽ ചെറുപ്പത്തിലെ ഫ്രണ്ട്സ് ഉണ്ട്, അതുകൂടാതെ സീനിയേഴ്സും ഉണ്ട്. ബട്ട് പിന്നെ പക്ഷേ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണമെങ്കിൽ സൽമാൻ ഖാനെ അനുസരിക്കണമെന്ന്. സർ, എനിക്ക് എന്നെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സർ. ഇത്രയും കാലത്തിന് ശേഷമാണ് ആദി ചോപ്ര ജോലി ആരംഭിച്ചത്. ഇപ്പോൾ പുതിയൊരു മൂവി തുടങ്ങുകയാണെന്ന് കരൺ ജോഹറും പറഞ്ഞു. സോ ദീസ് ആർ ദ ബിഗ് പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ. സോ ഐ വാസ് ദർ വി ഓൾസോ ഐ വാണ്ട് ടു വർക്ക് വിത്ത് മീ. സോ ഐ വാണ്ട് ടു വർക്ക് വിത്ത് ദം. ഇത് ഇപ്പോൾ അടുത്ത കാലത്താണ് ആരംഭിച്ചത്, ഒരു 8-10 വർഷം മുമ്പേ. ബട്ട് ഇതിനു മുമ്പേ ആരും എന്നെ തൊടാറ് പോലും ഇല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഴയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, അതായത് ബബി ഖാൻ ഉണ്ടല്ലോ, അവര് ഗുർബാൻ എടുത്തു എന്നെ വെച്ച്. സാദി കർക്കെ ഫസ്റ്റ് ഗൈ ആ പടം ചെയ്തു എൻ്റെ കൂടെ. പിന്നെ ഒരു 4 പടം ചെയ്തു. പിന്നെ ശ്യാം ബിജാർ ഉണ്ടല്ലോ, അവരിപ്പോഴും എൻ്റെ സുഹൃത്താണ്. എന്തെന്നാൽ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ താഴെ വീഴുന്നൊരു സമയം വരുമ്പോൾ ഇവർ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടാവുക എന്ന്. പക്ഷെ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സൽമാൻ ഒരാളോട് ദേഷ്യപ്പെട്ട പിന്നെ അയാൾ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇല്ല സർ, പിന്നെ ഞാൻ ദേഷ്യം പിടിച്ചു എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു കാര്യമേ എനിക്കില്ല സർ. അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. ദർ ആർ പീപ്പിൾ ഡ്രിങ്ക് ആൻഡ് ഗെറ്റ്. ഞാൻ ഇവനെ വിടത്തില്ല, അവനെ വിടത്തില്ല. പക്ഷേ ഇഫ് ഐ ഹാവ് എ ഡ്രിങ്ക് ഐ വിൽ സെറ്റ്. വിട്ടേക്കെന്നേ. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് വിൻഡിറ്റീവ് ബോൺ ഇൻ മൈ ബോഡി. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ആൽക്കഹോൾ. അതായത് ഞാൻ ഇവനെ വിടത്തില്ല. ദർ ആർ വിൽ നെവർ, ഐ വുഡ് നെവർ എവർ ഫോർ ഗിവ് യു. അതുപോലത്തെ കാര്യങ്ങൾ എനിക്കില്ലേ ഇല്ല. ചില സമയത്ത് തോന്നും, പക്ഷേ വിട്. ആൻഡ് വാട്ട് ലൈഫ് ദിസ് ടു ലോങ് ഫോർ സിനിമ സിറ്റി. ഗോ. This was a journey. Use it, you be meant the now. Where are you born to do mother booty on somebody, that I don't. അതെ, താങ്കൾ പറയുന്നത് ശരിയാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. പതാൻ ഹിറ്റ് ആവാൻ വേണ്ടി താങ്കൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നുള്ള കാര്യം. ഇല്ല സർ, തീർച്ചയായിട്ടും ഇല്ല. ഈ ക്രെഡിറ്റ് ഷാറൂഖ് ഖാന്റെ കയ്യിൽ നിന്ന് ആർക്കും പറിച്ചെടുക്കാൻ പറ്റില്ല. ആദി ചോപ്രന്റെ കയ്യിൽ നിന്നും പറിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റില്ല സർ. ഷാറൂഖ് വളരെ കഷ്ടപ്പെട്ട് ചെയ്തതാ. പിന്നെ ഈ ഫാൻസ് ഷാറൂഖിന്റെ പടം കാണാൻ വേണ്ടി അത്രയും കാത്തിരുന്നു. പിന്നെ റൈറ്റ് ടൈം റൈറ്റ് സമയത്തിൽ റൈറ്റ് ഫിലിം വന്നു. പിന്നെ ഷാറൂഖ് ഐ തിങ്ക് ഈസ് ദ ബിഗ് സീറ്റ് ഓഫ് ഇൻ ദിസ് ഫിലിം ഇൻഡസ്ട്രി. അക്ഷയ് കുമാറിന്റെ സെൽഫി റിലീസ് ആയപ്പോൾ അദ്ദേഹത്തോടൊപ്പം താങ്കൾ ഒരു വീഡിയോ റിലീസ് ചെയ്തു. അതെ സർ. കങ്കണയുടെ ഒരു ഫിലിമും താങ്കൾ പ്രൊമോട്ട് ചെയ്തു. അതെ, ചെയ്തു സർ. അത് ഇൻഡസ്ട്രിയിൽ എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് ഡിവൈഡഡ് ആണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അത്രയ്ക്ക് ഡിവൈഡഡ് ഇല്ല. എല്ലാവർക്കും ഫിനാൻസ് ഉണ്ട്, വേറെ ഗ്രൂപ്പും ഉണ്ട്, എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പ്രശ്നം വന്നാലും എല്ലാവരും അപ്പോൾ ഒരുമിച്ച് നിൽക്കും സർ. താങ്കൾ കരൺ ജോഹറിനൊപ്പം ഒരു ഫിലിം ചെയ്യുന്നില്ലേ? അതെ സർ, അതെ. ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടല്ലോ അവരോടെ. വളരെ വർഷങ്ങൾക്ക് മുൻപ് കുച്ചു കുച്ചു ഹോത്തായിൽ താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സപ്പോർട്ടിംഗ് ആക്ടറിന്റെ ജോലി ചെയ്തു. അതെ സർ. ഇല്ല, അപ്പോൾ എന്താ നടന്നെന്ന് വെച്ചാൽ അത് ഐ തിങ്ക് സെയ്ഫ് അലി ഖാൻ, ചന്ദ്രസൂർ സിംഗ് എല്ലാവരും ആ റോൾ ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ സിസ്റ്റർ അൽവീരാവ്, അവർക്ക് നടുവിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവർ അൽവീരാവോട് ചോദിച്ചു. അപ്പോൾ അൽവീര എൻ്റെ അടുത്ത് വന്ന് ഈ ഫിലിം ചെയ്യാമോന്ന് ചോദിച്ചു. അവരെന്നോട് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരോട് ചോദിച്ചു എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന്. മൈ സിസ്റ്റർ ഈസ് ടു മീ ഡു ദ ഫിലിം ഫ്രണ്ട് ഓഫീസർ ലൂതർ. പക്ഷേ അവരെല്ലാ സ്ഥലത്തും എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അവരെ കാണുമ്പോൾ പേടിയാണ്. നിങ്ങളുടെ ആദ്യത്തെ ഫിലിമിൽ ഞാൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തു, പിന്നെന്തിനാ പേടിക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾ കേട്ട മറ്റൊരു കാര്യം ടൈഗർ 3-ൽ ഷാരൂഖ് ഖാനും താങ്കളോടൊപ്പം ഉണ്ടെന്നാണ്. അതൊരു സർപ്രൈസ് ആണെന്നേ.